നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മലപ്പുറം താനൂരിൽ നിന്നും എന്തിനാണ് രണ്ട് പെൺകുട്ടികൾ നാട് വിട്ടുപോയത്? രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും അതിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. മണിക്കൂറുകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. നാട് വിട്ടുപോയ മലപ്പുറം താനൂരിലെ പെൺകുട്ടികളെ നാളെ നാട്ടിൽ തിരിച്ചെത്തിക്കും. പൂനെയിൽ നിന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥികളുമായി പോലീസ് വൈകിട്ട് നാട്ടിലേക്ക് മടങ്ങും. മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാനായതാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് വ്യക്തമാക്കി. പിന്നെ ഇതിൽ ക്രൂഷ്യലായിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ഇവർ മുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ മുതലുള്ള മുംബൈ പോലീസിന്റെ സപ്പോർട്ട്, അതിൽ വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് അവസാനം ആണ് നമുക്ക് RPF പൂനെയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്കിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹായകരമായി. ഓൾ ടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടുകൂടിയാണ് അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, അവർ പോയതും കാര്യങ്ങളും എല്ലാം. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ടായിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ പോലീസിലെ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഓഫീസർമാരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മീഡിയ ടു ഗെറ്റ് അപ്പ് റിയലി വെൽ. ഇപ്പം എൻ്റെ പോലീസ് ടീം, എൻ്റെ SIM ടീമും അവരൊരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സിൽ അവരിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ മൂന്നാമതൊരു ഫോൺ അവരുടെ കയ്യിൽ എങ്ങനെ എത്തിയത്? അവർ വാങ്ങിയതാണ്? ആസ് ഓഫ് നൗ നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വാങ്ങിയതാണെന്നാണ്. അപ്പോൾ അവർ വാങ്ങി പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികൾ ഒറ്റയ്ക്ക് പോയതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രചോദനമോ അല്ലെങ്കിൽ പ്രലോഭനമോ അങ്ങനെ എന്തെങ്കിലും? കുട്ടികളൊരു അഡ്വഞ്ചറസ് ആംഗിളിലാണ് പോയിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സ്വപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരന്റ്സിന്റെ അടുത്തും ചോദിക്കുന്നത്. എല്ലാം കൃത്യമായിരുന്നു. കുട്ടികളെ ആദ്യം നമ്മൾ സെക്യൂർ ചെയ്ത് തിരിച്ച് അവരുടെ പാരന്റ്സിന്റെ അടുത്തും കോടതിയിൽ എത്തിക്കുക, പിന്നെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കണം. കൗൺസിലിംഗിന്റെ ആവശ്യം കേട്ടില്ല. അദ്ദേഹം തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ന് വിശദമായിട്ട് ചോദിച്ചാലാണ് എന്തായിരുന്നു പേർപ്പസ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ആസ് ഓഫ് നൗ ഒരു യാത്രയുടെ രസത്തിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. ഈ പോകണതിന്റെ ഡയറക്ഷൻ, അതായത് ട്രെയിനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം അതിനകത്ത് പ്രാഥമികമായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ സ്വന്തമായിട്ടും അതിന്റെ സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ആസ് ഓഫ് നൗ മനസ്സിലാവുന്നത്. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നാണ് പോലീസിനോട് പെൺകുട്ടികൾ നൽകിയ മൊഴി. കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നു. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതെന്നും SP വ്യക്തമാക്കുന്നുണ്ട്. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഒരു പകലും രാത്രിയും പൂർണ്ണമായും വലിയ രീതിയിൽ ആശങ്കയിലാക്കിയ, ഈ മാതാപിതാക്കളെ പൂർണ്ണമായി ആശങ്കയിലാക്കിയ സംഭവമായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളുടെയും തിരോധാനം. പക്ഷെ എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം, രണ്ടുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും ചില അവ്യക്തതകളുണ്ടല്ലോ. എന്തിനാണ് ഇവർ നാട് വിട്ട് പോയത്? അതോടൊപ്പം അറിയേണ്ടത് ഈ പോലീസിന്റെ, ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഈ പോലീസിന്റെ അന്വേഷണം എങ്ങനെയായിരുന്നു? ടോം, ഈ കുട്ടികളെ കാണാതായി എന്ന വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ഇവരുടെ ഫോട്ടോസും അതേപോലെ ഇവരുടെ വിശദാംശങ്ങളുമൊക്കെ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എല്ലായിടത്തും എത്തിക്കുകയാണ് പോലീസ് ആദ്യം ചെയ്തത്. ഇവരുടെ നമ്മളൊരു ക്രൈമിൽ നടന്നു കഴിഞ്ഞാൽ അതിലെ കുറ്റവാളികളെ അന്വേഷിക്കുന്നത് ആദ്യം പോലീസ് ചെയ്യുന്നത് മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുള്ളതാണ്. അതേ രീതി തന്നെയാണ് ഇവിടെയും അവർ ആദ്യം നോക്കിയത്, അവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഇതിലേറ്റവും നിർണായകമായത് അവരുടെ ഫോണിൽ പുതിയ SIM കാർഡ് ഇടാൻ വേണ്ടി അത് ഓൺ ചെയ്തപ്പോൾ ആ മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് ലഭിച്ചു എന്നുള്ളതാണ്. അവിടെ മുതലാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ തിരോധാനത്തിൻ്റെ അവ്യക്തത അത് മാറുന്നത്.
അതിനുശേഷം പോലീസ് കൃത്യമായിട്ട് ഇവരിലേക്ക് എത്തുന്നു. RPFും മഹാരാഷ്ട്ര പോലീസും മലയാളി സമാജവും ഒക്കെ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ നടപ്പാക്കുന്നു. കൃത്യമായിട്ട് ഈ കുട്ടികളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അവരെ ചെന്നൈയിലേക്കുള്ള യാത്രയിൽ ലോണാവാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ നിന്നും അവിടെ വെച്ചാണ് ട്രെയിനിൽ നിന്ന് അവരെ കണ്ടെത്തുന്നത്. തുടർന്ന് അവരെ പൂനെയിലേക്ക് എത്തിക്കുന്നു. ഇതിൽ എന്തിന് ഇവർ പോയി എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ SP തന്നെ സൂചിപ്പിച്ചത് യാത്രയോടുള്ള ഒരു താല്പര്യമാകാം, അതോ അതിന് പിന്നാലെ മറ്റെന്തെങ്കിലും ഉണ്ടോ, ഒരു കേവലം ഒരു യാത്രയ്ക്ക് വേണ്ടി ഇവർ പെട്ടെന്ന് പരീക്ഷയെല്ലാം ഒഴിവാക്കി ഈ നിർണായക ദിവസങ്ങളിൽ വീടുന്ന് മാറി നിൽക്കുന്നതും വീട്ടുകാരോട് പറയാതെ എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സ്വാഭാവികമാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ. ഇതിൽ കുട്ടികൾ പ്രിപ്പയർഡ് ആയിരുന്നു എന്നാണ് SP തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പോകാനുള്ള പണം, പോയേണ്ടി വന്നാൽ ഉപയോഗിക്കേണ്ട സാമഗ്രികൾ, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കൃത്യമായിട്ട് വീട്ടുകാരെ അറിയിക്കാതെ തങ്ങളെ ആരും കണ്ടുപിടിക്കരുത് എന്ന ധാരണയിൽ ഒരുപക്ഷെ ഒരു വാശി പോലെ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ ഒരു യാത്രയാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത് ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. അയാളുടെ കുടുംബം പറയുന്നത് ഈ കുട്ടികൾ, ഇതിലൊരു കുട്ടി തുടർച്ചയായിട്ട് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പോവുകയാണ്, സഹായിച്ചേ പറ്റൂ എന്ന കടുത്ത നിർബന്ധം പറഞ്ഞതിനെ തുടർന്നാണ് ഇയാൾ സഹായിച്ചത് എന്നുള്ളതാണ്. അയാളെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഒപ്പമുള്ളവർ, നാട്ടിലുള്ളവർ വിളിച്ചറിയിച്ചതോടെ അയാൾ കൃത്യമായി പോലീസിന് വിവരങ്ങൾ കൈമാറുകയും അങ്ങനെ അവർ വഴി പിരിയുകയും ചെയ്യണം. ബോംബെയിൽ നിന്ന് അവർ വഴി പിരിയണം. പിന്നീട് ഈ പെൺകുട്ടികൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ കൂടെ ഇല്ലാത്ത സമയം ആയതുകൊണ്ടാണ് അവർ ഫോൺ ഓൺ ചെയ്തത് തന്നെ. അതാണ് അവരിലേക്ക് പോലീസിനെ എത്തിക്കാൻ നിർണായകമായ ഒരു ചുവടുവെപ്പായത്. ഇതിൽ എന്തിനു പോയി എന്ന ചോദ്യം ഇപ്പോൾ പോലീസ് പറയുന്നത് തീർച്ചയായും അനുമോദ് സൂചിപ്പിച്ചതുപോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പെൺകുട്ടികളും നാടുവിട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ ഈ 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ മറ്റാരുടെയും സഹായമില്ലാതെ എങ്ങനെ മുംബൈയിലെത്തി എന്ന ചോദ്യത്തിനാണ് പ്രധാനമായും ഉത്തരം കണ്ടെത്തുന്നത്. അത് ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ? മുംബൈയിലെത്തിയ ഈ 2 പേരും കൂടി ഏകദേശം ഒരു 10,000 രൂപയോളം ചെലവാക്കി ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. കുട്ടികളുടെ കയ്യിൽ ഇത്രയും പണം എങ്ങനെ ലഭിച്ചെന്ന ചോദ്യത്തിനുൾപ്പെടെ ഉത്തരം കണ്ടെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പരീക്ഷാ സമയമാണ്. ഈ പരീക്ഷാ സമയത്തും എന്തുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇവർ ഈ യാത്ര തിരഞ്ഞെടുക്കുന്നത്? ഇതിൽ ഒരു കുട്ടി ഫോട്ടോ ഫ്രെയിമിംഗ് പോലെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അങ്ങനെ വരുമാനം കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് സാമ്പത്തികമായിട്ട് ഇവർക്ക് ഈ യാത്രയിൽ വലിയ പ്രശ്നമില്ലാതെ അവർ കൈകാര്യം ചെയ്തൊരു കുട്ടിയുടെ കൈവശം പണം അത് കുട്ടി അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണത്. രണ്ടാമതായിട്ട് രണ്ടുപേരുടെ കൂടെ ഇടവണ സ്വദേശിയുടെ യുവാവ് ഉണ്ടായിരുന്നു. ഈ യുവാവിൻ്റെ കൂടെയാണ് ഇവർ പോയത്. ഈ സഹായത്തിനായിട്ടും ഇവരുടെ കാര്യങ്ങളൊക്കെ ഈ യുവാവിനോടാണെന്ന് പങ്കുവച്ചിരുന്നത്. അങ്ങനെ ഇവർ നിർബന്ധിച്ചതുകൊണ്ട് അയാൾ കയറിപ്പോയി എന്നാണ് ആ യുവാവിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അയാൾ അവിടെ മഹാരാഷ്ട്രയിലെ പോലീസിൻ്റെ കസ്റ്റഡിയാണുള്ളത്. അയാളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അയാളെ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് കൂടി ഈ ഒരു തിരോധാനത്തിന് ഒരു ഉത്തരം കണ്ടെത്തുവാൻ വളരെ വേഗത്തിൽ സഹായിച്ചിട്ടുണ്ട്. കാരണം ഇയാളെ നേരിട്ട് സംസാരിക്കാൻ നാട്ടിലുള്ളവർക്ക് സാധിച്ചിരുന്നു. ഇയാളോട് അടുപ്പമുള്ളവർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് എന്ത് ഉത്തരവാദിത്വം വന്നാലും ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കായിരിക്കുമെന്ന ഒരു വ്യക്തമായ സന്ദേശം ഇയാൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് ലഭിച്ചതിനെ തുടർന്നാണ് ഇയാൾ പോലീസിനോട് കൃത്യമായി സഹകരിച്ചതും ഇവരിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയതും. അപ്പോൾ എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ ഉത്തരം ഈ യുവാവിൻ്റെ കൂടെ പോയി എന്നുള്ളതാണ്. എന്തിനു പോയി എന്നുള്ളതിൻ്റെ ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീട്ടുകാരോടുള്ള എന്തെങ്കിലും വിരോധമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാൻ അവരെ ഒന്ന് പേടിപ്പിക്കാൻ ഉള്ളൊരു തീരുമാനമായിരിക്കാം. അതല്ലെങ്കിൽ ഒരു തരം സാഹസം, ഈ ഒരു പ്രായത്തിൻ്റെതായി തോന്നുന്ന ഒരു സാഹസ ബുദ്ധിയോടെ ചെയ്തതായിരിക്കാം. നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പറയുക എന്നല്ലാതെ ഇതിന് പിന്നിൽ മറ്റ് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം അനുമോദ്, ഈ എടവണ്ണ സ്വദേശിയായ യുവാവ് എങ്ങനെയാണ് ഈ പെൺകുട്ടികളുമായി അടുപ്പത്തിലാകുന്നത്? ഈ യുവാവിന്റെ കുടുംബാംഗങ്ങളും പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടികളെ ഒരാൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് യുവാവ് അവർക്കൊപ്പം പോയതെന്നാണല്ലോ അയാൾ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ. എങ്ങനെയാണ് ഇവർ പരിചയത്തിലാകുന്നത്? ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം എങ്ങനെയാണ്? മുൻപരിചയമുണ്ടോ? സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തന്നെയാണ്, ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ തമ്മിൽ പരിചയത്തിലാവുന്നത് എന്നാണ് അറിയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇവർ സുഹൃത്തുക്കളായിരുന്നു, ചാറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഫോൺ വിളി ഉണ്ടായിരുന്നു.
അങ്ങനെ ഒരു സൗഹൃദം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ യുവാവുമായിട്ടുള്ള ഈ പെൺകുട്ടികൾ ഒരാളുടെ ബന്ധത്തെ കാണുന്നത്. മറ്റൊരു തരത്തിലേക്ക് നമുക്ക് അറിയുകയില്ല, അത് പറയുന്നത് ശരിയുമല്ല. പക്ഷേ ഒരു സൗഹൃദം ഇൻസ്റ്റഗ്രാം വഴി ലഭിച്ച ഒരു സുഹൃത്തിനെ സഹായിച്ചു എന്ന തരത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അവരുടെ ഈ ഒരു ഇടപെടലിനെ നമുക്ക് കാണേണ്ടത്. അയാളാണ് ഈ യാത്രയ്ക്ക് ഇവർക്ക് സഹായമായിട്ട് നിന്നത്. ഒരുപക്ഷെ ഈ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അവർ ഇയാളൊപ്പം കൂട്ടിയത്. പക്ഷേ ഈ പെൺകുട്ടികളുടെ യാത്രയുടെ ഉദ്ദേശം മുഴുവനായിട്ടും ഇയാൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇയാൾക്ക് അറിയുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാനാകില്ല. കാരണം അതുകൊണ്ടാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അയാൾ മാറിപ്പോയത് എന്ന് വേണം കരുതാൻ. അത് കൃത്യമായിട്ട് പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ അയാൾക്ക് ലഭിച്ചു, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവർ ചെയ്തതിൻ്റെ ഒരു ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് അയാൾക്ക് കൃത്യമായ സന്ദേശം ലഭിച്ചതുകൊണ്ടാണ് അയാൾ ഇത്തരത്തിൽ പോലീസിനെ സഹായിക്കുന്ന തരത്തിലേക്ക് മാറിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുക. എന്താണെങ്കിലും അയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിലെ അയാൾ കസ്റ്റഡിയിലാണുള്ളത്. ഇതിൽ എത്രമാത്രം വിവരങ്ങൾ ഈ പുറത്തു വന്നതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ഇനി എന്തെല്ലാം വിവരങ്ങൾ വരാനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഊഹിക്കുന്നത് അത് വളരെ നേരത്തെയായി പോകും. കാരണം രണ്ട് പെൺകുട്ടികളുടെ 16 വയസ്സ് മാത്രമല്ല, 2 പെൺകുട്ടികളുടെ കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചതിന് ശേഷം ചർച്ച ചെയ്യായിരിക്കും നല്ലത് എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ എത്രമാത്രം ഇവരുടെ വിശദീകരണത്തിൽ മാറും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ടോം. തീർച്ചയായും അനുമ സൂചിപ്പിച്ചതുപോലെ പല ദുരൂഹതയുമുണ്ട്, പല സംശയങ്ങളുമുണ്ട്. ഈ പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ലഭ്യമായിരുന്നോ? ഇവർ വീട്ടുകാരുമായി, അതായത് ഒരു പെൺകുട്ടി പറഞ്ഞത് അവൾക്ക് വീട്ടുകാരുമായി ചില പ്രശ്നങ്ങളുണ്ട്, അതേ തുടർന്നാണ് വീട് വിട്ടു പോയത് എന്നാണല്ലോ യുവാവിനോട് വ്യക്തമാക്കിയ കാര്യം. അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇവരുടെ തിരോധാനം സംബന്ധിച്ച്? ഈ ഒരു കുട്ടി പറഞ്ഞത് വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വീട്ടുകാർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അവർ ഈ കുട്ടികളെ കണ്ടെത്തിയ സന്തോഷം മാത്രമാണ് രേഖപ്പെടുത്തിയത്, കൂടുതലൊന്നും പറയാനില്ല എന്ന നിലപാടിലാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം വേണമെങ്കിൽ ഇവാലുവേഷൻ നടത്തുമ്പോൾ ഒരുപക്ഷെ ആ കുട്ടിക്ക് വീട്ടിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടായിരിക്കാം അവർക്ക് അത്തരത്തിലൊരു മോശം സാഹചര്യം എന്ന് തോന്നിയത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികളെ ചില രക്ഷിതാക്കൾ വളരെ കണിശമായും സ്ട്രിക്റ്റായിട്ടും ഒക്കെ ആയിരിക്കും വളർത്തുന്നുണ്ടാവുക. അവരെ സംബന്ധിച്ച് ഈ കുട്ടികൾ ഉദ്ദേശിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഈ കുട്ടിക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ മോശമാണ് എന്നൊരു വിലയിരുത്തലുണ്ടാക്കുകയും അതിന് നിയന്ത്രണം വരുത്തുന്നവരോട് ഒരു വാശി തോന്നുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സാധ്യതയാണ്, അങ്ങനെയാണ് എന്നല്ല. അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വീട്ടുകാരെ അല്പം ഒന്ന് ബേജാറാക്കട്ടെ, അല്ലെങ്കിൽ അല്പം ഒന്ന് ആശങ്കയിലാക്കിയിട്ടും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് ആസ്വദിക്കണം എന്ന തരത്തിലേക്ക് പോകാനുള്ളൊരു കാരണമെന്ന് വേണം കരുതാൻ. അത് വീട്ടിലെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ തന്നെയാണ് പറയേണ്ടത്. നമുക്ക് അന്വേഷിച്ച് മുഴുവനായിട്ടും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ആ കുട്ടിക്ക് പ്രശ്നമെന്ന് തോന്നിയത് വീട്ടിൽ ഒരുപക്ഷെ വളരെ കണിശതയോടെ ചിട്ടയോടെയുള്ള നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള സമീപനങ്ങളും ആയിരിക്കാം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. അതും നമുക്ക് അവർ തിരിച്ചെത്തിയതിന് ശേഷം മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിലൊരു വ്യക്തത കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അവർ തിരിച്ചെത്തിയ ശേഷം എന്തായിരിക്കാം ഇതിന് കാരണമെന്ന് കണ്ടെത്തണം. പക്ഷേ എങ്കിൽ പോലും അവരിനി സ്വൈര്യമായി, പ്രത്യേകിച്ചും 16 വയസ്സുള്ള പെൺകുട്ടികളാണ്, ഈ സ്വൈര്യമായി തന്നെ ജീവിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. പക്ഷേ അതിന് പിന്നിൽ ഇവരെ കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അതിൽ ദുരൂഹതയുണ്ടോ, ഇക്കാര്യമാണ് പോലീസ് കണ്ടെത്തേണ്ടത്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി ആലപ്പുഴയിൽ പിടിയിലായൊരു കേസാണ്. മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. വിഘ്നേഷിന്റെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ പോലീസ് MDMA കണ്ടെത്തുകയായിരുന്നു. ഹരിപ്പാട് നിന്ന് MDMAയുമായി പിടികൂടിയ വിഘ്നേഷാണ് തനിക്ക് ലഹരി മരുന്ന് നൽകിയതെന്ന വിവരം കൈമാറിയതിനെ തുടർന്നാണ് അറസ്റ്റ്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, നമുക്കറിയാം ഈ സമീപ ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ലഹരിയെക്കുറിച്ചുള്ള വാർത്തകളാണ്. ലഹരിക്ക് അടിമകളായവർ, കുട്ടികൾ, യുവാക്കൾ ഈ രീതിയിൽ വീട്ടിലും സമൂഹത്തിലുമൊക്കെ അക്രമ സംഭവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സർക്കാരും നമ്മുടെ സമൂഹവും ലഹരിക്കെതിരെ, പ്രത്യേകിച്ചും ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ലഹരിക്കെതിരെ ശക്തമായ തീരുമാനങ്ങളെടുത്ത് നടപടികളുമായി, പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി MDMAയുമായി പിടിയിലായിരിക്കുന്നത്. ഇയാൾക്ക് വലിയ ഈ ലഹരി സംഘങ്ങളുമായി, ലഹരി മാഫിയുമായി ബന്ധമുള്ള വ്യക്തിയാണോ ഈ വിഘ്നേഷ്?
ടോമ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് CPM എന്ന പാർട്ടി ഈ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് മദ്യപാനം അടക്കമുള്ള കാര്യങ്ങളിൽ കർശന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. അത് പാർട്ടി പ്രവർത്തകരാണെങ്കിൽ തന്നെ മദ്യപിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയാൽ അതിൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ ആ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു മാധ്യമപ്രവർത്തകരെ കണ്ട് വാർത്താ സമ്മേളനം കഴിഞ്ഞ് 3 ദിവസം മാത്രമാണ് പിന്നിടുന്നത്. അപ്പോഴാണ് ആലപ്പുഴയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി തന്നെ MDMAയുമായി പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ്. CPM ബ്രാഞ്ച് സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ആണ് പിടിയിലായിട്ടുള്ളത്. മുൻ SFI ഏരിയ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ DYFI ഭാരവാഹിത്വത്തിലുമുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. അതായത് SFI ആലപ്പുഴ SD കോളേജിൽ നിന്നുള്ള SFIയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ കൂടിയായിരുന്നു വിഘ്നേഷ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവം, അതായത് MDMA ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അത് വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ളതും FIR വ്യക്തമാക്കുന്നുണ്ട്. കാരണം വിഘ്നേഷിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പണം MDMA വിൽപ്പന നടത്തിയതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നതാണ് എന്നുള്ളതാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. കയ്യിൽ പാക്കറ്റിൽ MDMA ഉണ്ടായിരുന്നു, ഒപ്പം പ്ലാസ്റ്റിക് കവറിൽ MDMA ഉണ്ടായിരുന്നു, ഒപ്പം ഒഴിഞ്ഞ സിറിഞ്ചുകളും 4 സിറിഞ്ചുകളും വിഘ്നേഷിന്റെ കൈവശം നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ രാത്രി 9:30 മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്ത് നിന്ന് വിഘ്നേഷിനെ പിടിക്കുന്നത്. ഈ സംഭവത്തിലേക്ക് നയിച്ചത് ഹരിപ്പാട് നിന്നും ലഭിച്ച വിവരമാണ്. അതായത് ഹരിപ്പാട് നിന്ന് MDMAയുമായി പിടിയിലായ ചെറുപ്പക്കാരിൽ നിന്ന് ലഭിച്ച വിവരമാണ് പോലീസിന് വിഘ്നേഷിലേക്ക് എത്താനായത്. അതായത് MDMA തനിക്ക് വിൽപ്പന നടത്തിയത് ഈ വിഘ്നേഷ് ആണ് എന്നുള്ളതാണ് ആ ഇൻഫോമർ മൊഴി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസിൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി 9:30 വിഘ്നേഷ് പിടിയിലായിട്ടുള്ളത്. CPMന്റെ യുവജന സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്ന ആൾ, ഒപ്പം തന്നെ SFIയുടെ ഏരിയ സെക്രട്ടറിയും, ഒപ്പം ആലപ്പുഴയിലെ SD കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചാൻസലറുമായിരുന്ന ഒരാളെയാണ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ രാസലഹരിയുമായി പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതീവ ഗൗരവമുള്ള വിഷയമാണ്. നമുക്കറിയാം, പോലീസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട യുവത്വത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവത്തോടെ കേരള സമൂഹത്തെ ബാധിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാരും ഒപ്പം തന്നെ പോലീസും അടക്കം വലിയ ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്ന പശ്ചാത്തലം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഒരു മദ്യപാനത്തെ പോലും CPM അനുകൂലിക്കുന്നില്ല എന്നുള്ള പരസ്യ പ്രസ്താവനയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആലപ്പുഴയിൽ ഇതിനു മുമ്പും ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഘടനാ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പല CPM പ്രവർത്തകരും കരുനാഗപ്പള്ളിയിൽ പിടിച്ച സംഭവത്തിൽ അടക്കം ഇവിടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും ആലപ്പുഴയിലെ CPMനെ സംബന്ധിച്ച് ഈ സമീപകാലത്ത് CPMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ പുറത്തു വന്നതാണല്ലോ. ഈ CPMന്റെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ഘടകത്തിലുള്ള നേതാക്കന്മാർക്ക് ഗുണ്ടാ സംഘങ്ങളുമായി, ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന പല ആക്ഷേപങ്ങളും നേരിട്ടു. പക്ഷെ അവരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു അന്ന് പാർട്ടി സ്വീകരിച്ചത്. പക്ഷേ ഈ വിഘ്നേഷ്, ഈ ബ്രാഞ്ച് സെക്രട്ടറി ലഹരിയുമായി പിടിയിലായ കേസിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇയാളെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് കഴിയുമോ? മാത്രമല്ല, ഇയാളുടെ ഒരു ശൃംഖല എങ്ങനെയാണ്? ഈ ലഹരി മാഫി വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടോ? കുറെ നാളുകളായി ഈ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നോ ഈ ബ്രാഞ്ച് സെക്രട്ടറി? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട പാൻ മസാല കടത്തുമായി ബന്ധപ്പെട്ട പിടിയിലായ ആളുകളൊക്കെ തന്നെ ഈ സ്റ്റേഡിയം വാർഡുമായി ആ സ്ഥലവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ്. അത് അന്നും DYFIയുടെ മേഖലാ ട്രഷറർ അടക്കമുള്ള ആളുകളായിരുന്നു ആ കേസിൽ അറസ്റ്റിലായിരുന്നത്. CPMന്റെ പടിഞ്ഞാറ് ബീച്ച് വെസ്റ്റ് ബ്രാഞ്ചിലെ അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പിടിയിലായിരുന്നു. ഇവർ നേരിട്ട് പ്രതികളാവുകയും ചെയ്തു. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണം
അന്വേഷണത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് സമാനമായ രീതിയിൽ ഇതിനു മുൻപും ഈ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തു. ന്യൂസ് 18 ഈ സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ്, അതായത് ആദ്യത്തെ കേസ് നടന്ന പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് കരുനാഗപ്പള്ളിയിൽ അടുത്ത കേസ് ഉണ്ടാകുന്നത്. ആ രണ്ടാമത്തെ കേസ് മാധ്യമങ്ങളിലേക്ക് പുറത്തു വരികയും അതേ തുടർന്ന് നമ്മൾ തന്നെ ന്യൂസ് 18 തന്നെ നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ CPM-ന്റെ ഒരു കണ്ണി, അതിലൊരു വല അതിനകത്തുണ്ട് എന്നുള്ള വിവരം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയും പിടിയിലായ ആളുകൾ CPM അംഗങ്ങൾ, പാർട്ടി അംഗങ്ങളാണ് എന്നുള്ള വസ്തുത നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നത്. അതിനുശേഷം ആ ഒരു സംഭവം പുറത്തേക്ക് കൊണ്ടുവന്ന FIR സഹിതം 2 കേസുകളുടെയും വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് അന്ന് പാർട്ടി നേതൃത്വം ഒരു നടപടിയിലേക്ക് നീങ്ങാൻ തയ്യാറായിരുന്നത്. പക്ഷേ ഈ ഒരു കേസ് വളരെ ഗൗരവത്തോടെ കൂടി കാണണം. അതായത് MDMA ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ MDMA ഒഴിഞ്ഞ സിറിഞ്ചുകൾ ഉൾപ്പെടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് FIR-ൽ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ MDMA ഉപയോഗത്തിന് അപ്പുറത്തേക്ക് വിൽപ്പന നടത്താൻ, അതായത് ഒരു CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരാൾ, ഇത്തരത്തിൽ യുവജന സംഘടനകളിലും വിദ്യാർത്ഥി സംഘടനകളിലും നേതാവായി വളർന്നു വന്ന ഒരാൾ, അയാൾ ഈ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊരു വിൽപ്പന നടത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൗരവകരമാണ്. സമൂഹത്തിൽ താൻ അതിലേക്ക് എത്തിപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു സമൂഹത്തെ കൂടി ആ രീതിയിൽ അതിനെ മോശമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ മലിനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ വിൽപ്പനയിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വിൽപ്പന നടത്താൻ ശ്രമിച്ചതിന്റെ അതിന് ലഭിച്ച പണം ഉൾപ്പെടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് FIR വ്യക്തമാക്കുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ ഒരു നയം പറയുകയും, അതായത് ഇവിടുത്തെ നേതാക്കന്മാരടക്കം ഈ ലഹരിക്കെതിരെ വലിയ രീതിയിൽ പ്രസംഗിക്കുകയും പ്രവർത്തനം നടത്തുകയും ചെയ്യുമ്പോൾ തുടർച്ചയായി ആലപ്പുഴ കേന്ദ്രീകരിച്ച് യുവ നേതാക്കളിൽ നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു തിരുത്തലിന്റെ ആവശ്യം ഇവിടെ CPM-നകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ യുവജന തീർച്ചയായും അത് തന്നെയാണ് ശരണ്യ സ്നേഹിതൻ സൂചിപ്പിച്ചതുപോലെ ശക്തമായ നടപടിയാണ് വേണ്ടത്. പ്രത്യേകിച്ചും മദ്യത്തിന്റെ കാര്യത്തിൽ കടുത്ത നടപടി സ്വീകരിക്കുന്ന പോലെ പാർട്ടി അംഗങ്ങൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ മദ്യം വിൽക്കാമെന്ന് പറയുന്നു. പക്ഷേ ഈ ലഹരിയുടെ കേസിൽ ഈ ബ്രാഞ്ച് സെക്രട്ടറി ലഹരി ഉപയോഗിക്കുന്നു, ലഹരി വിൽപ്പന നടത്തുന്നു, ഇങ്ങനെയുള്ള ആളുകളാണ് CPM-ന്റെ ഒരു പ്രതിച്ഛായ തന്നെ തകർക്കുന്നത്. അതുകൊണ്ട് കടുത്ത നടപടിയാണ് ഇവർക്കെതിരെ പാർട്ടി നേതൃത്വം സ്വീകരിക്കേണ്ടത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനുമായി പാങ്ങോട് പോലീസ് അല്പസമയത്തിന് ശേഷം തെളിവെടുപ്പ് നടത്തും. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനുമായി പാങ്ങോട് പോലീസ് അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് നടത്തും. പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് തെളിവെടുപ്പ്. പാങ്ങോടുള്ള വീട്ടിലും കവർച്ചയ്ക്ക് ശേഷം ആഭരണങ്ങൾ പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എത്തിച്ചാകും തെളിവെടുപ്പ് നടത്തുക. രാവിലെ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകും വഴി അരമതിൽ നിന്ന് ചാടിയതിനെ തുടർന്ന് അഫാന് പരിക്കേറ്റിരുന്നു. പരിക്കുണ്ടാകാൻ മനഃപൂർവ്വം ഇത് ചാടിയതെന്നാണ് ഈ പോലീസിന്റെ ഒരു നിഗമനം. പരിക്ക് സാരമുള്ളതാണ്. വിശദാംശങ്ങളുമായി BB വിനോദ് ചേരുന്നു. വിനോദ്, രാവിലെ ചില നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു, അഫാന് വീണ് പരിക്കേൽക്കുന്നു. പക്ഷേ പോലീസ് തെളിവെടുപ്പ് ഉൾപ്പെടെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് നാളെ കൂടിയാണല്ലോ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലുള്ള നടപടികൾ, അതോടൊപ്പം മറ്റ് കേസുകളിലെ മറ്റ് 4 പേരെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട നടപടികളും എങ്ങനെയായിരിക്കും പോലീസ് സ്വീകരിക്കുക? ടോം, പ്രതി ഇപ്പോഴും കല്ലറ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് രാവിലെ ശുചിമുറിയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലൊരു ആത്മഹത്യാശ്രമം എന്ന് കരുതാവുന്ന തരത്തിലൊരു പ്രവൃത്തി പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ അരമതിൽ നിന്ന് ചാടുകയായിരുന്നു. പരിക്ക് ഗുരുതരമായതല്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം പ്രതിയെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചയച്ചു. എങ്കിൽ തന്നെയും രാവിലെ 8 മണിയോടുകൂടി തെളിവെടുപ്പ് തുടങ്ങാമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്ന അന്വേഷണ സംഘം ഈ ഒരു സംഭവത്തോടെ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതുവരെ തെളിവെടുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടില്ല. 3 ദിവസത്തേക്കാണ് നെടുമങ്ങാട് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വിട്ടു. ഇന്നത്തെ ദിവസം നാളെ തിരികെ കോടതിയിൽ ഹാജരാക്കണം. പല സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ കൊലപാതകം നടന്ന വീട്, അതോടൊപ്പം തന്നെ ആയുധം വാങ്ങിയ സ്ഥലം, ധനകാര്യ സ്ഥാപനം,
വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയാണ് സ്വർണ്ണാഭരണം പണയം വെക്കുന്നത്. ആ ധനകാര്യ സ്ഥാപനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ പണമിട്ട CDM മെഷീൻ ഉള്ള ATM, ഇങ്ങനെ പല സ്ഥലങ്ങളിലായി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ന് ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി എല്ലാ സ്ഥലങ്ങളിലും എത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു അന്വേഷണ സംഘം. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതോടുകൂടി അത് നടക്കാതായിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം വേണം തെളിവെടുപ്പ് നടപടികളുമായി മുന്നോട്ട് പോകാൻ. രാത്രി തെളിവെടുപ്പ് സാധ്യവുമല്ല. പരമാവധി ഒരുപക്ഷെ ഇന്ന് എത്തിക്കാവുന്ന സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് ജില്ലാ പോലീസ് മേധാവി വിളിച്ച യോഗത്തിലേക്ക് പോയിരുന്നു. അദ്ദേഹം ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അദ്ദേഹം എത്തിയ ശേഷമായിരിക്കും ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടത്. അതേസമയം പോലീസ് വാൻ ഉൾപ്പെടെ, അതായത് വലിയ പോലീസ് വാൻ ഉൾപ്പെടെ ഈ പാങ്ങോട് സ്റ്റേഷന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രതിയെ കൊണ്ടുപോകുമ്പോൾ പോലീസ് സന്നാഹം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ പല സ്ഥലങ്ങളിലായി എത്തിക്കുമ്പോൾ ആളുകളുടെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് പോലീസ് സംവിധാനം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള ആലോചന നടത്തുന്നത്. ഏതായിരുന്നാലും ഈ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ്. അതിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം. മാത്രമല്ല 2 അറസ്റ്റുകൾ കൂടി ഇന്ന് റെക്കോർഡ് ചെയ്യാനുണ്ട്. അതായത് അച്ഛന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ സംഭവമുണ്ട്. അതിൽ ഇതുവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഈ കസ്റ്റഡി കാലാവധി സമയത്ത് ആ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാനാണ് ആലോചിച്ചിരുന്നത്. ഒരുപക്ഷെ അത് അടുത്ത ദിവസം റെക്കോർഡ് ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ഈ കൂട്ടക്കുരുതിക്ക് കാരണമായതായി പ്രതി പറയുന്നത്. നേരത്തെയുള്ള മൊഴി ആവർത്തിക്കുകയാണ്. തന്റെ കുടുംബത്തെ പലരും സഹായിച്ചില്ല. നേരത്തെ സാമ്പത്തികമായി സഹായിച്ചവർ പിന്നീട് പണം തിരികെ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിലെ വൈരാഗ്യം കൊണ്ട് അവരെ കൊലപ്പെടുത്തി. തനിക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോകുമെന്ന ചിന്തയിൽ അങ്ങനെയുള്ള ആളുകളെ, പ്രത്യേകിച്ച് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, കാമുകിയെ കൊലപ്പെടുത്തി, അനുജനെ കൊലപ്പെടുത്തി, ഇങ്ങനെ ആ ഭാഗത്തുള്ള ആളുകളെ, തനിക്കിഷ്ടപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തിയെന്ന കാര്യമാണ് പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ പോലീസ് കൂടുതൽ പരിശോധന നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഏതാണ്ട് 45 ലക്ഷം രൂപയുടെ ബാധ്യതയുള്ളതായാണ് കണ്ടെത്തിയത്. വിദേശത്തുണ്ടായിരുന്ന പിതാവ് അബ്ദുൾ റഹീമിന് ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു വിവരമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മൊഴി ആ നിലയ്ക്കാണ്. കാരണം 8 വർഷമായി അദ്ദേഹം നാട്ടിലെത്തിയിട്ടില്ല. ചെറിയ ബാധ്യതകൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വീട്ടുകാർ, കുടുംബാംഗങ്ങൾ ഉണ്ടാക്കിയ ബാധ്യതയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തതയില്ലായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ മൊഴിയായി വന്നിട്ടുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. ഇത് സംബന്ധിച്ച അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. ഇളയ മകൻ അഫ്സാൻ മരിച്ച കാര്യം കഴിഞ്ഞ ദിവസം അമ്മ ഷെമിയെ അറിയിച്ചിരുന്നു. ഒരു കൊലപാതകത്തിന്റെ വിവരം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മരണത്തിന്റെ വിവരം മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റുള്ള ആളുകൾ മരിച്ച കാര്യം ഷെമി ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. ടോം, തീർച്ചയായും അത് അറിയിക്കേണ്ടതുണ്ട്. കാരണം ഷെമിയുടെ മൊഴി കേസിലേറെ നിർണായകം തന്നെയാണ്. വിനോദ്, അതോടൊപ്പം അഫാൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് അഫാന്റെ കൂടുതൽ മൊഴികൾ പുറത്തു വരേണ്ടതുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ്? കാരണം എന്തിനാണ് കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കൂട്ടക്കുരുതിയെക്കുറിച്ച് അറിയണം. അതോടൊപ്പം ഈ നേരത്തെ 2 പേരെ കൂടി കൊലപ്പെടുത്താൻ അഫാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് അഫാൻ തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളാണോ? അതോടൊപ്പം അറിയേണ്ടത്, ഇനി മറ്റ് കേസുകളിൽ അറസ്റ്റ്, തെളിവെടുപ്പ്, മറ്റ് നടപടികൾ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടല്ലോ. പോലീസ് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ടോ? ടോം, ഇപ്പോൾ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. 3 കേസുകളാണ്. ഇതിൽ സൽമ ബീവിയെ കൊലപ്പെടുത്തിയത്, അതായത് പിതാവിന്റെ അമ്മയെ കൊലപ്പെടുത്തിയതാണ് കേസ്. ആ FIRമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ തന്നെ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായത് അതിലാണ്. അതിൽ പാങ്ങോട് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലാണ് 3 ദിവസം കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള നെടുമങ്ങാട് കോടതിയുടെ ഉത്തരവുണ്ടായത്. അതിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് പ്രതിയെ കിട്ടുന്നത്. തെളിവെടുപ്പ് സാധ്യമായിരുന്നില്ല. ഇന്ന് ഒരു മുഴുവൻ ദിവസവുമായി എല്ലാ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് പൂർത്തിയാക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു അന്വേഷണ സംഘം. എന്നാൽ ഇന്ന് ഇതുവരെ തെളിവെടുപ്പിന് പുറപ്പെടാനായിട്ടില്ല. അത് രാവിലെ ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം തന്നെയാണ് ഇതിനടിസ്ഥാനമായത്. ശുചിമുറിയിൽ പോവുകയും അവിടെ ഇങ്ങനെ അരമതിലിൽ നിന്ന് ചാടുകയും ചെയ്തു എന്ന കാര്യം, കുഴഞ്ഞു വീണു, അതിനുശേഷം അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്തു. പോലീസുകാർ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലായതോടെ തിരികെ ഡോക്ടർമാർ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. രാവിലെ തന്നെ തിരികെ കൊണ്ടുവന്നു. എന്നാൽ അതിനുശേഷം SHO
മറ്റൊരു യോഗത്തിനായി പോയി. അത് ഈ കേസുമായി ബന്ധപ്പെട്ട യോഗം തന്നെയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ യോഗത്തിലേക്കാണ് അതിന് പോവുകയും അതുകൊണ്ട് തന്നെ ഈ ഒരു കാലതാമസം, കാരണം ഇതിനൊരു ആശയക്കുഴപ്പമുണ്ടായി. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രതി, പ്രത്യേകിച്ച് ആത്മഹത്യാ ഭീഷണി ഇടയ്ക്കിടെ മുഴക്കുന്നു. എന്നാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ അല്ലെങ്കിൽ അതൊരു നാടകമാണോ എന്ന സംശയം അവശേഷിക്കുന്നുണ്ട്. അവിടെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. നാളെ കൂടിയാണ് കസ്റ്റഡി കാലാവധി ഉള്ളത്. ഒരുപക്ഷെ നാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രതി സ്റ്റേഷനിൽ പെരുമാറി എന്ന കാര്യം കോടതിയെ ധരിപ്പിച്ചാൽ ഒരുപക്ഷെ കസ്റ്റഡി കാലാവധി ഈ കേസിൽ തന്നെ നീട്ടിക്കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും ചില ദിവസങ്ങൾ കൂടി കസ്റ്റഡിയിൽ പ്രതിയെ ലഭിക്കും ഈ കേസിൽ മാത്രം. അങ്ങനെയെങ്കിൽ ഈ മുത്തശ്ശിയെ കൊന്നതടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഈ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടിയാൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയും. അതിനുശേഷമായിരിക്കും കാമുകിയെ കൊലപ്പെടുത്തിയതും അനുജനെ കൊലപ്പെടുത്തിയതുമായ കേസ്. അത് വെഞ്ഞാറമൂട് പോലീസിന്റെ പരിധിയിലാണുള്ളത്, ആ സ്റ്റേഷൻ പരിധിയിലാണ്. അവിടെ പ്രത്യേകിച്ച് അവിടെ അപേക്ഷ നൽകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമായിരിക്കും ആ കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തുക. ഇനിയും 2 കേസുകൾ, 2 കൊലപാതകങ്ങളിൽ ഇനിയും അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അത് അച്ഛന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസാണ്. അതിലും തെളിവെടുപ്പ് നടത്തണം. അങ്ങനെ 3 സ്റ്റേഷൻ പരിധികളിലായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അങ്ങനെ വിപുലമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഇതിന്റെ വസ്തുതകളും കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ പ്രതി ഇങ്ങനെ പെരുമാറിയാൽ പോലും അവിടെ കുറച്ച് സാവകാശമെടുത്ത് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ട വലിയൊരു ബാധ്യതയും ഉത്തരവാദിത്വവും അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ കാലതാമസം, ഇപ്പോൾ ഉണ്ടാകുന്ന കാലതാമസം അത് സാരമാക്കാതെ മുന്നോട്ട് അന്വേഷണ സംഘം പോകുന്നത്. ഇതിൽ കൃത്യമായ മറുപടികൾ ഉണ്ടാകണം, തെളിവുകൾ ഉണ്ടാകണം. മറ്റ് കാര്യങ്ങൾ, ശാസ്ത്രീയമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി മാത്രമേ കുറ്റപത്രം കോടതിക്ക് മുമ്പിൽ നൽകാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രോസിക്യൂഷന് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ശക്തമായി വാദം ഉന്നയിച്ച് കോടതിയിൽ കാര്യങ്ങൾ നിരത്താൻ കഴിയൂട്ടോ. വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനുമായി അല്പസമയത്തിനകം തന്നെ പോലീസ് തെളിവെടുപ്പ് നടത്തും. ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതാണ് എറണാകുളം കുന്നത്തുനാട്ടിൽ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച സംഭവം. പ്രതിഷേധങ്ങൾക്കൊടുവിൽ കുന്നത്തുനാട്ടിൽ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച വീട്ടിൽ നിന്നു മാറ്റും ജില്ലാ ഭരണകൂടത്തിൻ്റെതാണ് തീരുമാനം. ദുർഗന്ധം അസഹനീയമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി വീടിന് മുന്നിൽ സംഘടിച്ചത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു 1.5 മാസമായിട്ട് ഞങ്ങൾ മണം പുകയും എന്ന് വേണ്ട എല്ലാവിധ മലിനീകരണം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പട്ടിയുടെ കൊര, കുറുക്കൻ ഓളോടും പോലെയുള്ള ഓളോടിൽ, പിന്നെ പരിസരത്തുള്ള പട്ടികൾക്ക് രോഗങ്ങൾ പിടിക്കണു, ചത്തുപോണു, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഞങ്ങൾക്കിടെ എല്ലാ തവണയും തൊഴിലുറപ്പ് ചെയ്യാറുള്ളതാണ്. ഇവിടെ ഈ പറമ്പിൽ ഈ മുറ്റത്തൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ അടുക്കാൻ പോലും പറ്റില്ല. ഞങ്ങളിപ്പോ അവരുടെ വീട്ടിൽ തന്നെ ചെയ്യണത്. ഈ മേലത്തെ ജോർജിന്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇത് ഈ വീടിന്റെ തൊട്ട് പറയില്ല. ഇവിടെ നിന്ന് മാറ്റാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. ഞങ്ങൾ ഈ മണം സഹിച്ചാൽ ഞങ്ങളിവിടെ ജീവിക്കണത്. ഇത് തീരുമാനം എന്ന് പറഞ്ഞാൽ ഇന്നലെ RDO വന്നു, മറ്റേ MLA എല്ലാം വന്നു കഴിഞ്ഞിട്ട് RDO കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കളക്ടർ ഇന്ന് തന്നെ അതിന് തീരുമാനം നടപടി ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഇത്രയും ജനവാസമുള്ള മേഖലയിൽ ഈ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജനവാസ മേഖലയിൽ നിന്ന് ഇത് ജനവാസമില്ലാത്ത ഏതെങ്കിലും മേലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാവണമെന്നാണ് നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങളുടെ ആവശ്യം. 1.5 മാസം മുൻപാണ് പത്തനംതിട്ട സ്വദേശിയായ വീണ ജനാർദ്ദൻ വീട് വാടകയ്ക്കെടുത്തത്. MLA നേതൃത്വത്തിൽ വീട് അതിക്രമിച്ച് കയറിയെന്നാണ് വീണ ജനാർദ്ദന്റെ ആരോപണം. എന്നാൽ ജനകീയ പ്രതിഷേധത്തിൽ ഇടപെടുകയായിരുന്നുവെന്നും നിയമം പാലിക്കാതെയാണ് തെരുവുനായ്ക്കളെ വളർത്തിയതെന്നും PV ശ്രീനിജൻ MLA ആരോപിച്ചു. ഞാൻ കുറച്ച് പട്ടികളെ നോക്കുന്നതാണോ ലോകത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റം? പ്രതിഷേധിക്കുക എത്രയോ കാര്യങ്ങളുണ്ട്, അതിനൊന്നും ഈ പ്രതിഷേധം ഇല്ലല്ലോ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആൾക്കാരെ കൂട്ടം കാണുമ്പോൾ വന്നിളകുന്ന അത്രേ ഉള്ളൂ. ഇത് അനുമതിയോടാണ്. നമ്മൾ ഇല്ലീഗലായിട്ടോ സുപ്രീം കോർട്ടിനെതിരായിട്ടോ ഒരു കാര്യം, ഏറ്റവും പരമോന്നത നീതിപീഠം അവിടെയാണല്ലോ, അതിനെതിരായിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇവിടെ. കാര്യം ഇവരിതെല്ലാം അടിച്ചു നശിപ്പിച്ചെടുത്ത് 4-5 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഇവർ കയറി അടുത്ത വീട്ടിൽ കയറി എന്റെ പട്ടിക്കുട്ടികളെ, കാര്യം ഞാൻ പൊന്നുപോലെ സംരക്ഷിച്ചു വരുന്ന കുഞ്ഞുങ്ങളാ, അവരെ തലപ്പെടുകയും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നാ നേരം വിളിപ്പിച്ചത്, അറിയാവോ?
പോലീസുകാരിലൊന്നും എനിക്ക് അതിൽ വിശ്വാസമില്ല. നിയമത്തിലെന്നല്ല, സോറി, പോലീസുകാരിൽ എനിക്ക് വിശ്വാസമില്ല. കാര്യം അവരിവിടെ വന്ന് അവരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ ആ പോലീസുകാർ നിൽക്കുമ്പോഴും ഒരു MLA യുടെ നേതൃത്വത്തിലുമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ വന്ന് അവർ വീടടിച്ച് പൊട്ടിക്കുക എടുക്കുക എല്ലാം ചെയ്തത്. ഒരു MLA ചെയ്യേണ്ട കാര്യമാണോ ഇത്? എനിക്ക് അതേ അറിയണ്ടു. ഒരു ജനപ്രതിനിധിയായിട്ട് വരുന്ന ആള് നാട്ടുകാർക്ക് അനുമതി കൊടുത്തൊരു കലാപം ഒഴിച്ചുവിടാൻ ശ്രീനിജൻ എന്ന് പറഞ്ഞ MLA യുടെ ഇന്നലത്തെ പ്രകടനം കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്രയും കലാപത്തിന്റെ കാരണം ശ്രീനിജൻ MLA ആണ്. ഇതാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? മിനിഞ്ഞാന്നാണ് എൻ്റെ അടുത്ത് ആ പരിസരവാസികളും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഇങ്ങനൊരു പരാതി പറഞ്ഞത്. അങ്ങനെ ഒരു ഭയപ്പാടുണ്ട്, MLA ഒന്ന് ഇടപെടണമെന്ന് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിക്കാൻ പോയത്. പ്രത്യേകിച്ച് ഇന്നലെ ചെല്ലുമ്പോൾ ആ പരിസരം മുഴുവനും പട്ടി വിസർജ്യം ചെയ്ത് അതിൻ്റെ ഇതിലേക്ക് കുറച്ച് മണ്ണ് മാത്രമാണ് അവർ വാരിയിട്ടിരുന്നത്. കേരള പഞ്ചായത്ത് റൂൾസ് 1998 സെക്ഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പഞ്ചായത്തിന്റെ ലൈസൻസ്, സെക്രട്ടറിയുടെ ലൈസൻസ് ഇതിനാവശ്യമാണ്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കുന്നത്തനാട് നിന്ന് വിവരങ്ങളുമായി. ഡാനി, എന്തായാലും ഈ നായ്ക്കളെ വീട്ടിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. എവിടേക്കാണ് മാറ്റുന്നതെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ടോ? ടോമ, അക്കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ജില്ലാ ഭരണകൂടം നടപടികളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആ ഒരു റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി അതിൻ്റെ ഒരു ഉത്തരവിലേക്ക് വരണം. അതിന് ചില റിപ്പോർട്ടുകൾ കൂടി വേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ആദ്യ പടി എന്ന രീതിയിൽ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് മേധാവി ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. ഇനി ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തണം. നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഒന്നും തന്നെ അയവ് വന്നിട്ടില്ല. ഇതിനകത്ത് ഇപ്പോൾ ഈ വീടിനകത്തേക്ക് നായ്ക്കളെ മുഴുവനായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞത്, വീണ ജനാർദ്ദൻ തന്നെ പറഞ്ഞത്, ഏതാണ്ട് 60ഓളം നായ്ക്കൾ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഈ വീടിനകത്ത് മുഴുവനായും തന്നെയും ഇപ്പോൾ പുറത്ത് നടന്നിരുന്ന നായ്ക്കളെല്ലാം തന്നെ അകത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ്. അതിനകത്താണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട്. ഈ ചുറ്റുപാട് കണ്ടിരിക്കുക ഇന്ന് കഴിഞ്ഞ ദിവസമുള്ള പ്രതിഷേധത്തിൽ ഇതെല്ലാം തകർന്നതാണ്. അതുകൊണ്ട് നായ്ക്കളെ ഈ കോമ്പൗണ്ടിൽ തുറന്നുവിടാൻ കഴിയുന്നൊരവസ്ഥയുമൊന്നുമല്ല. എന്തായാലും ഇവിടെ ഇപ്പോഴും ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ആ ഒരു പ്രതിഷേധവും സാഹചര്യവും എല്ലാം തന്നെ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. ഈ ഭാഗത്തെല്ലാം തന്നെ നാട്ടുകാർ ഇവിടെ തന്നെ ഉണ്ട്. ആരും തന്നെയും പിരിഞ്ഞു പോയിട്ടുമില്ല. എല്ലാവരെയും ആവശ്യപ്പെടുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് ഈ നായ്ക്കളെല്ലാം തന്നെ ഇവിടെ നിന്ന് ജനവാസ മേഖലയാണ്, ഇവിടെ നിന്ന് മാറ്റാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പരിശോധനകൾ നടന്നുവെങ്കിലും ഇനിയിപ്പോൾ നടപടികളിലേക്കും കാര്യങ്ങളിലേക്കും നീങ്ങേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങളുമെല്ലാം തന്നെ ഒരു ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതെല്ലാം തന്നെ ഇവിടെ ഈ പരിസരത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ വന്നെത്തിയവരാണ്. അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന എല്ലാവരും തന്നെയുണ്ട്. ആരും തന്നെ പിരിഞ്ഞു പോകുന്നില്ല. ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടെന്നാണ്. നിങ്ങൾ ഇതിലൊരു തീരുമാനത്തിലേക്ക് വരാൻ വേണ്ടി തന്നെ നിൽക്കുകയാണോ? ഞങ്ങൾ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യണേ. കളക്ടറുടെ ഒരു ഓർഡർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ പൊളിച്ചിട്ടേക്കുന്ന സ്ഥിതിക്ക് ഇന്ന് രാവിലെ മുതൽ അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തതിന്റെ അവസ്ഥയിൽ എന്തെങ്കിലും കാരണവശാൽ ഇതൊരു തുറക്കേണ്ട അവസ്ഥ വന്ന അവിടെ ജനങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഭീതിജനകമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് നിയമവശം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പട്ടികളെ സ്നേഹിക്കേണ്ടെന്നൊന്നും ആരും പറയല്ല. മനുഷ്യന്റെ ജീവനും വിലയില്ലേ ഈ നാട്ടില്. ഈ പിള്ളേരൊക്കെ ഇതിലെ പഠിക്കാൻ പോവുകയും ഇങ്ങനെ ഒരു നൊയമ്പുകാലം കൂടി പ്രത്യേകിച്ച്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടില്ല. അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നിങ്ങൾ രാവിലെ വന്നപ്പോൾ ഇപ്പോൾ അവിടെ കയറിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തൊരു സ്മെല്ലാണ്. ഇത് ശ്വസിച്ചല്ലേ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ. ഈ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അമ്മയ്ക്കൊക്കെ സുഖമല്ല, കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതാ. ഒരു കാരണവശാലും ഇത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിന്ന് ഉണ്ടാക്കി കിട്ടണം. ഇവിടേക്ക് എത്തുമ്പോഴൊന്നും ആരും തുടക്കത്തിൽ ഇത്രയും നായ്ക്കളൊന്നും ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ജനുവരി 26-ാം തീയതിയാണ് ഈ സംഭവം ഇവിടെ തുടങ്ങുന്നത്. ജനുവരി 26-ാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പട്ടികളെ ആദ്യം കൊണ്ടുവന്ന്, അത് കഴിഞ്ഞ് ഇതിനെ നമുക്കിന്റെ യഥാർത്ഥ വസ്തുത അറിയില്ലായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഒരു പട്ടികളെ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇവിടെ ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയത്. വെച്ചാൽ ഒരു പട്ടിയെ നോക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ പരിസരത്തുള്ള ആളുകളുമായിട്ട് യാതൊരു ബന്ധവും ഇവർക്കുണ്ടായില്ല. ആളുകളെ പരസ്പരം സംസാരിക്കാനോ അല്ലെങ്കിൽ നേരിൽ കാണാനോ ആരും തയ്യാറായതുമില്ല.
അപ്പോൾ അതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ താമസം വന്നു. പിന്നെ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചപ്പോഴാണ് ഇതിനകത്ത് ഒരുപാട് പട്ടികൾ നിയന്ത്രണമില്ലാത്ത രീതിയിൽ പട്ടികളെ വളർത്തുന്നതും അവരുടെ സംവിധാനം ഇതിനകത്ത് ആളുകളല്ല താമസിക്കുന്നത്, പട്ടികളാണ് കൂടുതൽ താമസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനോടനുബന്ധിച്ച് നമ്മൾ നിയമപരമായിട്ട് നടത്താവുന്ന എല്ലാ പേപ്പർ ഭാഗങ്ങളും നടത്തിയിട്ടുണ്ട്. കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആർഡിഒ വന്ന് അന്വേഷിച്ച് വന്ന് പോയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളിലുള്ള എല്ലാ ആളുകളും ഇവിടെ വന്നിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആർഡിഒക്ക് പോലും ഇതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ലാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കുന്നത്താട് SIക്ക് ഇതിനകത്ത് വന്നിട്ട് കയറാൻ പറ്റാതെ വന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ വന്നിട്ട് കയറാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ആരാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് പട്ടിയെ വളർത്തണ്ടെന്നോ അല്ലെങ്കിൽ പട്ടിയെ സ്നേഹിക്കേണ്ടെന്നോ ആരും പറഞ്ഞിട്ടില്ല. ഈ പട്ടിയെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അതേ സംരക്ഷണം നമുക്ക് ഇവിടുത്തെ നാട്ടിലെ ആളുകൾക്കും കുട്ടികൾക്കൊക്കെ വേണമല്ലോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇത് ഒഴിഞ്ഞ സംവിധാനത്തിലേക്കോ സാഹചര്യത്തിലേക്ക് മാറ്റി ഈ നാട്ടുകളിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്ന് നമ്മുടെ ആവശ്യം. ടോം, ഇതുവരെ സംസാരങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇത് ഈ രീതിയിലേക്ക് തുടർന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നാട്ടുകാർ എല്ലാവരും തന്നെയുള്ളത്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ രാവിലെ മുതൽ തടിച്ചുകൂടിയ ആളുകൾ അത് കൂടുതൽ പേര് ഇവിടേക്ക് വരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും പലതവണ പരാതികൾ പറയുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷേ അതിലേക്ക് നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം വളരെ ശക്തമായിരുന്നതാണ്. ഈ മതിലും അതിനൊപ്പം ഉണ്ടായിരുന്ന ചുറ്റുവേലിയും ഇതെല്ലാം ഇപ്പോഴും നാട്ടുകാർ അവിടെ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, അത് തന്നെയാണ്. പ്രതിഷേധത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മളിതൊരു തീരുമാനം എത്തിയിട്ട് പോകുന്ന രീതിയിൽ തന്നെയാണോ? അല്ല, തീരുമാനം ഇപ്പോൾ ഏതാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിച്ചെടുത്ത് തീരുമാനം എന്നുള്ള ഇപ്പോൾ കളക്ടറുടെ ഇത് MLA പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് ആവുമായിരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇവരിന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി രണ്ടുപേരും അതിൻ്റെ അകത്തുണ്ട്. അവരുടെ കാര്യം എന്തൊരു തീരുമാനം കിട്ടുക അത് ഞങ്ങൾ പിരിയണുള്ളൂ. കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആ ഫയർ ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടല്ലേ. അവനൊരു ഓൺലൈൻ ചാനലാണ് വീഡിയോ എടുത്തത്. അവന് കുറെ പേപ്പറൊക്കെ പൊക്കി കാണിച്ച് ഞങ്ങൾ നാട്ടുകാർ ഭീഷണിപ്പെടുത്തുക. അവനെന്താ നിങ്ങൾ ചാനലുകാർ ഇവിടെ ഉണ്ടായിരുന്നു, പോലീസ് ഓഫീസേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. മാനാണെങ്കിൽ വന്നിട്ട് ഓഫീസേഴ്സ് അല്ലെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാം എന്താണ് ഇവിടെ പ്രശ്നം എന്നുള്ളത് ചോദിക്കാം. അതെന്തല്ലേ ഇത് നേരെ അങ്ങോട്ട് കയറി ചെല്ലല്ലേ ചെയ്തത്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. എന്നിട്ട് എന്തൊക്കെ വകുപ്പാ പറഞ്ഞത്? 113 A, B, C ഒക്കെ പറയുമ്പോൾ ഉടനടി മാറ്റാനൊന്നും സാധിക്കണമെന്ന് തോന്നണല്ലോ. കാരണം അതിനതിന്റെ സാവകാശം വേണം. അതിന്റെ നടപടിക്രമം അനുസരിച്ച് പറ്റും. ഞങ്ങൾക്ക് തീരുമാനം അറിഞ്ഞാൽ മതി. അന്ന് മാറ്റും. ഇതിൽ ടോം അവർ പറയുന്നതാണ്. കാരണം ഇന്ന് രാവിലെ വീണ ജോർജിന് ഒപ്പമുള്ളവരാണ് പ്രകോപനമുണ്ടാക്കിയെന്ന് പറയുന്നത്. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും കുന്നത്താട്ടിൽ പ്രതിഷേധം തുടരുകയാണ്. ഈ നായ്ക്കളെ, വളർത്തു നായ്ക്കളെ ആ വീട്ടിൽ നിന്നും പൂർണ്ണമായും മാറ്റുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്പോട്ട് ലൈവ് കടക്കുകയാണ്. മലപ്പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. മലപ്പുറം ഒതുക്കുങ്ങലിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞാണ് പ്രതിഷേധം. ബസ്സിലെ 3 ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, ഇത് എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവമായിരുന്നു മലപ്പുറത്തുണ്ടായത്. വലിയ പ്രതിഷേധമാണോ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നത്? ടോം, നമ്മളിപ്പോൾ ഒതുക്കുങ്ങളിലാണുള്ളത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഈ നാട്ടുകാർ ഒന്നാകെ തന്നെ ഇന്നുണ്ടായ സംഭവത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടെയുള്ള ബസ്സുകൾ തടഞ്ഞുകൊണ്ടും ഒക്കെയാണ് ഇവിടെ പ്രതിഷേധം. എന്താണ് പോലീസ് പറയുന്നത് നിങ്ങളോട്? പോലീസ് ബസ് തടഞ്ഞ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. ബസ് ഞങ്ങൾ ആവശ്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇവിടെ റോഡ് ബ്ലോക്ക് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ പോലീസിനോടും പറഞ്ഞിട്ടുള്ളൂ. ആവശ്യങ്ങൾ പറഞ്ഞാൽ പ്രൈവറ്റ് വണ്ടി ഇന്ന് ഓടണ്ട എന്നുള്ളതാണ്. ഒരാൾ കല്ലെടുത്ത് എറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അതുകൊണ്ട് പറഞ്ഞത് പ്രൈവറ്റ് വണ്ടി ഓടണ്ട എന്നുള്ള കാര്യമാണ് സ്റ്റേഷനിലും പറഞ്ഞത്. നാട്ടുകാർ മൊത്തത്തിൽ പറഞ്ഞാണ്. അവന്റെ മയ്യത്തെടുക്കോളം വണ്ടികൾ ഓടണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ബസ് ജീവനക്കാർ വല്ലാത്ത അക്രമമാണല്ലോ കാണിക്കുന്നത്. ഞാനൊരു ബസ്സിലെ ജീവനക്കാരനാണ്. ഞാൻ ബസ്സിലെ ഡ്രൈവറാണ്. ഞാൻ ബസ് ജീവനക്കാരനാണ്. എല്ലാവരും ഇതുപോലെ അതിക്രമം കാണിക്കില്ല എന്നുള്ളത് നമുക്കറിയില്ല. ഞങ്ങളെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെന്ത് സംഭവം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. സംഭവം യഥാർത്ഥം എന്താണെന്നുള്ള ആർക്കും അറിയില്ല. അതിന്റെ സംഭവം എന്താ, അതിന്റെ വീഡിയോ ക്ലിപ്പ് കിട്ടിയാൽ തന്നെ അറിയുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഇപ്പൊ പറയും. ഇപ്പൊ നിലവിൽ ബസ് ഓടാൻ തുടങ്ങി അല്ലേ? ഓടാൻ തുടങ്ങി. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള ആവശ്യം എന്താണ്? ഞങ്ങൾ അവന്റെ മയ്യത്ത് എടുക്കുന്നവരെ ബസ് ഓടാൻ പാടില്ല. അതാണ് ഞങ്ങളെ ആവശ്യം. അത്രേ ഉള്ളൂ. പോലീസ് ഇവിടെ നിന്ന് ഇടപെടണം. അതെ, പോലീസ് ബസ് തടഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അതാണ്
ഇവിടുത്തെ ഒരു സാഹചര്യം, അതായത് നേരത്തെ മരിച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അതിന്റെ ഖബറടക്കം കഴിയുന്നവരേക്ക് ഇതുവഴി ബസ് ഓടരുത് എന്നൊരാവശ്യം ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നു. അത് സമ്മതിക്കില്ല എന്ന നിലപാടിൽ ബസ് ജീവനക്കാരും അതുപോലെ വാഹനം ഓടിയാൽ പ്രശ്നമാകുമെന്ന നിലപാടെടുക്കുന്നു. തുടർന്ന് മലപ്പുറം പോലീസിന്റെ വലിയൊരു സംഘം സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ രംഗം ശാന്തമാക്കുന്നത്, സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നേരത്തെ ഒരു സംഘർഷത്തിലേക്ക് പോകുമായിരുന്നു, പക്ഷേ പോലീസിന്റെ ഇടപെടൽ, പോലീസ് കുറെ കൂടി പോലീസുകാർ ഇവിടെ എത്തി ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്, കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. നിലവിൽ സ്ഥിതി സമാധാനപരമാണ്. പക്ഷേ ഒരു വലിയ വികാരം, ഇവിടുത്തെ ഒരു ഓട്ടോ തൊഴിലാളി ബസ് ജീവനക്കാരുമായിട്ടുള്ള സംഘർഷത്തിൽ തമ്മിലടിയിൽ മരിച്ചു എന്ന തരത്തിലുള്ള വലിയൊരു വികാരം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സാഹചര്യം മാറാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാകില്ല. തീർച്ചയായും അനുമതി സൂചിപ്പിച്ചതുപോലെ അവിടെ പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടല്ലോ. അനുമതി, നിലവിൽ 3 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നു. അത് ഈ മരിച്ച അബ്ദുൽ ലത്തീഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ ലത്തീഫിനെ ആക്രമിച്ച 3 പേരുമാണോ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്? അതെ, അബ്ദുൽ ലത്തീഫിനെ ആക്രമിച്ച ബസ് ജീവനക്കാർ, ആ ബസ്സിലെ 3 ജീവനക്കാരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നേരത്തെ ഒരു തമ്മിലടിയും തല്ലും മാത്രമായിരുന്നെങ്കിൽ അബ്ദുൽ ലത്തീഫ് മരിച്ചതോടെ ഈ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. മർദ്ദനത്തെ തുടർന്നാണോ മരണം സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയ ഗൗരവമായ കാര്യങ്ങൾ എന്നാണെങ്കിലും അറിയേണ്ടതുണ്ട്. അതിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനാകുള്ളൂ. പക്ഷേ നിലവിൽ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ ഭാഗത്തുള്ള നടപടികൾ പോലീസ് തുടങ്ങി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നാട്ടുകാർക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഓട്ടോ ഓടിച്ചു കിടന്ന ഒരാളാണ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ ഒരു പ്രശ്നത്തെ തുടർന്ന്, സംഘർഷത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ വളരെ വൈകാരികമായിട്ട് തന്നെയാണ് ആ വിഷയത്തെ ഈ നാട്ടുകാർ സമീപിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ഈ വാക്കേറ്റവും ചെറിയ സംഘർഷവും ഒക്കെ ഉണ്ടാവുന്നത്. വീണ്ടും പോലീസിന്റെ ഇടപെടൽ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ ഇവിടെ കടന്നു പോകുന്നത്. പക്ഷേ അവർ പറയുന്നൊരു കാര്യം, ഏതെങ്കിലും ഒരാൾ വൈകാരികമായിട്ട് ഈ ബസ്സിന് നേരെ കല്ലെറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ സ്ഥിതി ഇതിലും മോശമാക്കുന്ന ഒരവസ്ഥയാകും ഉണ്ടാവുക എന്നൊരു കാര്യം അവർ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ് കുഴഞ്ഞു വീണ് മരിച്ച അബ്ദുൽ ലത്തീഫിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും നാട്ടുകാരും അവിടെ പ്രതിഷേധിക്കുന്നത്. ബസ്സുകൾ തടഞ്ഞായിരുന്നു പ്രതിഷേധം. പിന്നീട് പോലീസിന് ഇടപെടലുണ്ടായി. പോലീസ് എത്തിയതിനെ തുടർന്ന് സ്ഥിതി ശാന്തമായിട്ടുണ്ട്. ബസ്സിലെ, അതായത് ഈ അബ്ദുൽ ലത്തീഫിനെ ആക്രമിച്ച 3 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.